ഒരു ബാഡ്മിൻ്റൺ സ്ട്രിങ്ങർ ഒരു റാക്കറ്റ് സ്ട്രിങ് ചെയ്യാൻ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്നല്ലേ? ബാ, അതിൽ ഒന്നാമത്തെ കാര്യമാണ്, ഒരു റാക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നമ്മളതിൻ്റെ ഷെയ്പ്പ് കറക്റ്റാണോ നോക്കണം. റാക്കറ്റിൻ്റെ ഷെയ്പ്പ്. രണ്ടാമത്, റാക്കറ്റ് ബെൻഡാണോ എന്നുള്ളത് നോക്കണം. ചില റാക്കറ്റ് ബെൻഡായിരിക്കും. അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഈ റാക്കറ്റ് ഓൾറെഡി ബെൻഡായ റാക്കറ്റാണ്. നമ്മൾ സ്ട്രിങ് ചെയ്യാൻ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബെൻഡ്. മൂന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബ്ലാക്ക് ബുഷ് എന്നാണ് നമ്മളിതിന് പറയാറ്. ഈ ബുഷിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. അത് വളരെ ഇമ്പോർട്ടൻസ് ആണ്. ബുഷിനുള്ള ഡാമേജ് നമ്മൾ ശ്രദ്ധിക്കണം. ഫൈനലി നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള കാര്യമാണ്, റാക്കറ്റിന് എവിടെയെങ്കിലും ക്രാക്ക് വീണിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. എല്ലാ സ്ട്രിങ്ങർമാരും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ റാക്കറ്റ് മേടിക്കുമ്പോൾ എവിടെയെങ്കിലും ക്രാക്ക് വീണിട്ടുണ്ടോ എന്നുള്ളത്. അതിന് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതിനുള്ള ഒരു എക്സാമ്പിൾ റാക്കറ്റാണിത്. ഈ റാക്കറ്റ് ഇതല്ലേ, ഇവിടെ ചെറിയൊരു ക്രാക്ക് വീണിട്ടുണ്ട്. ഇത് നമ്മൾ അത്ര പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷേ വളരെ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഈ ക്രാക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കാര്യം കൂടി നമ്മൾ റാക്കറ്റ് മേടിക്കുമ്പോൾ ഈ 4 കാര്യങ്ങൾ നമ്മൾ മസ്റ്റായിട്ടും ശ്രദ്ധിക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻ്റ് അടിക്കാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബായ് ബായ്.